ലൂക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 1 വാക്യം 45. കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തിയുണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. ദൈവം പറയുന്നത് എന്തും അതുപോലെ വിശ്വസിക്കാൻ നമുക്കാവുമോ? നമ്മുടെ ബുദ്ധിക്ക് അതീതവും യുക്തിക്ക് നിരക്കാത്തതുമായ കാര്യങ്ങളാകും ദൈവം ചെയ്യുമെന്ന് വാഗ്ദത്തം തരുന്നത്. മനസ്സിലാക്കാൻ തന്നെ അത് പ്രയാസമായി തോന്നും. എന്നാൽ ചരിത്രത്തിൽ ഒരിക്കലും നടന്നിട്ടില്ലാത്തതും കേട്ടറിവ് പോലും ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമെന്ന് ദൈവം പറയുമ്പോൾ അത് അങ്ങനെ തന്നെ വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നാം ഭാഗ്യവാന്മാർ എന്ന് ഇവിടെ ആദ്യം വായിച്ച വചനത്തെ ആസ്പദമാക്കി മനസ്സിലാക്കാം. ബൈബിളിൽ അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമെന്ന് ദൈവം അരുളി ചെയ്തത് വിശ്വസിച്ച ചിലരെ കാണാവുന്നതാണ്. നോഹ അതുവരെ സംഭവിച്ചിട്ടില്ലാത്ത മഴയെക്കുറിച്ച് അരുളപ്പാട് കേട്ടപ്പോൾ അതെന്താണെന്നോ എങ്ങനെയായിരിക്കുമെന്നോ ഭാവന കാണാൻ പോലും കഴിയാതിരുന്നിട്ടും വിശ്വസിച്ചു. അതുപോലെ കന്യകയായ താൻ ഗർഭവതിയായി വിശുദ്ധ പ്രജയ്ക്ക് ജന്മം നൽകുമെന്ന ദൈവവചനം മറിയ വിശ്വസിച്ചതാണ് ഇവിടുത്തെ പശ്ചാത്തലം. ലോകത്തിലെ ഒരു മനുഷ്യനും പ്രത്യേകിച്ച് ഒരു സ്ത്രീക്കും ലഭിക്കാത്ത മഹാഭാഗ്യമാണ് കന്യകയായിരുന്ന മറിയയ്ക്ക് ദൈവം നൽകിയത്. മനുഷ്യൻ്റെ പാപമോചനത്തിനായി ദൈവം ഭൂമിയിൽ മനുഷ്യനായി ജനിക്കുമ്പോൾ അതിന് ഉദരം നൽകാൻ കഴിഞ്ഞ അനുഗ്രഹം എത്ര വലുതാണ്! അതിനായി മറിയയ്ക്ക് ആകെയുണ്ടായിരുന്ന പ്രത്യേകത ദാവീദിൻ്റെ വംശാവലിയിൽ പിറന്നു എന്നത് മാത്രമാണ്. അപ്പോൾ തന്നെ ദാവീദിൻ്റെ കുടുംബത്തിൽ ജനിച്ച വേറെയും കന്യകമാർ അക്കാലത്തും ഉണ്ടായിരുന്നു എന്നതും പരിഗണിക്കുമ്പോൾ അതൊരു അതുല്യമായ പ്രത്യേകത അല്ലതാനും. എന്നിട്ടും മറിയയെ അതിന് യോഗ്യയാക്കിയത് ദൈവത്തിൻ്റെ ഉന്നത കൃപയാണെന്ന് ഈ ഭാഗത്ത് വായിക്കുന്നു. നാം പ്രാപിക്കുന്ന ഏതൊരു അനുഗ്രഹവും ദൈവകൃപയാലാണ്. ആകയാൽ നമ്മുടെ യോഗ്യതകൾ നോക്കാതെ ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ നാം ഭാഗ്യവാന്മാരാണ്. അതിലേറ്റവും വലുത് ദൈവം തൻ്റെ പുത്രനെ നമുക്കായി ലോകത്തിൽ അയച്ച് പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തി എന്നുള്ളതാണ്. അതിനാൽ നമുക്ക് ലഭിച്ചത് സ്വർഗഭാഗ്യവും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.